അങ്ങനെ ഞങ്ങൾ പോണ്ടിച്ചേരിയിലെത്തി. യെല്ലോ റെസിഡൻസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ റൂം എടുത്തത്. നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്, റീസണബിൾ റേറ്റാണ്. അങ്ങനെ ഞങ്ങൾ എത്തി, ഫ്രഷപ്പായി. അതിൻ്റെ ഇടയിൽ ഗ്രീഷ്മി അമ്മയും കൂടിയിട്ട് ചെറുത് രണ്ടെണ്ണം വിട്ടു, വൈനാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ ആദ്യം തന്നെ പോയത് വിനായക കോവിലാണ്. വിനായകൻ്റെ നല്ലൊരു അമ്പലമാണ്. ചെരുപ്പൊക്കെ ഊരിട്ടിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. നല്ലൊരു അമ്പലമാണ്. ഞങ്ങൾ ഉള്ളിൽ കയറി എല്ലാം കണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ഒരു ബോട്ടിങ്ങാണ്. അമ്പലത്തിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു ഡ്രൈവാണ്. അത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ബോട്ടിങ്ങാണ്. പോണ്ടിച്ചേരിയിൽ തന്നെ ഈ കണ്ടൽക്കാടുകൾ പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് ആ ഒരു ബോട്ടിൽ പോയിട്ട് അവിടെ ഇറങ്ങേണ്ടത്. ഒരു അടിപൊളി സ്ഥലമാണ്. ബോട്ടിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ ആദ്യം പോയത് അവിടുത്തെ ഒരു ഓൾഡ് ബിൽഡിങ് കാണാനാണ്. പണ്ട് പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ്. അത് പൊളിഞ്ഞ് ആകെ പരിപ്പായിട്ടുള്ള ഒരവസ്ഥയിലാണ്. പക്ഷേ അത് കാണാനുണ്ട്. വളരെ എന്താ പറയുക, നല്ലൊരു വ്യൂ ആണ് അവിടെ മൊത്തം. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കരയിലിറക്കി അവർ ഞങ്ങളെ നേരെ ആ ഒരു ഓൾഡ് ബിൽഡിങ് കാണാനായിട്ടാണ് കൂട്ടിക്കൊണ്ട് പോയത്. അവിടെ ഞങ്ങൾ പോയി ഫോട്ടോസൊക്കെ എടുത്തു. നല്ല വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാൽ സാധ്യ വെയിലാണ്. എന്നാലും വ്യൂ അടിപൊളി ചെയ്തുകൊണ്ട് വെയിലൊക്കെ നമ്മൾ മറക്കും. നല്ല പിള്ളേരൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്തുട്ടാ. കാരണം ഫോട്ടോസൊക്കെ എടുക്കാനും ഓടാനും ചാടാനൊക്കെ ഒരു പറ്റിയ സ്പേസാണ് അവിടെ ഉള്ളത്. ഞങ്ങളും കുറേ ഫോട്ടോസ് എടുത്തു. അപ്പനും അമ്മയും ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഇവിടെ ഞങ്ങൾ കുറഞ്ഞ ഒരു 10 മിനിറ്റോളം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് മുന്നേ പിള്ളേരെ നിർത്തി 2-3 ഫോട്ടോസൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ചക്കനും പെണ്ണും ചില അഭിപ്രായ വ്യത്യാസങ്ങളാൽ അവർ രണ്ടുപേരും വീണ്ടും തല്ലുകൂടി. അങ്ങനെ ഞങ്ങളുടെ ഒപ്പം നിന്ന് ചക്കമണി ഫോട്ടോ എടുത്തു, അവരുടെ ഒപ്പം നിന്ന് മാളുകുട്ടി ഫോട്ടോ എടുത്തു. അങ്ങനെ ഫോട്ടോ സെക്ഷനുകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോകുന്നത് വീണ്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കാണാനാണ്. കടലും കായലും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു വ്യൂ ആണെന്നാണ് നമ്മളെ കൊണ്ടുപോകുന്ന വ്യക്തി പറഞ്ഞത്. അപ്പോൾ പിന്നെ ഉള്ള യാത്ര അങ്ങോട്ടാണ്. എന്റെ മുന്നേ കൂലിപ്പണിക്കാർ ചെക്കമണി യോ 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 പറഞ്ഞടാ. ഇത് ഇങ്ങടാക്കി തന്നെ. ഞാൻ ഗ്ലാസ് മാറ്റി ഇതെന്നെ വെച്ചോളാം. എന്നാ ചിരിച്ചേ അമ്മ സൂക്ഷിച്ച് നിൽക്കട്ടെ. ഞാൻ അതിനുള്ളിൽ തലയില്ല രാജേജ് ശരി രാത്രി ഞാൻ വിളിച്ചിട്ടുണ്ടാവില്ല.
ഒരു മണി പറയുന്നു. ഗഡി കളയിലോ പോണ്ടിച്ചേരി സെക്കൻഡ് പൊരിക്കാനുള്ള പരിപാടിയാ. ഓക്കെ അപ്പൊ ഓക്കെ അല്ലേ?
ഇത് നമ്മുടെ ഷാജേട്ടൻ ആൻഡ് ഫാമിലി. ഷാജേട്ടനാണ് പോണ്ടിച്ചേരിയിൽ നമുക്ക് താമസിക്കാനായിട്ടുള്ള നല്ല യെല്ലോ റെസിഡൻസ് എന്ന് പറഞ്ഞൊരു അടിപൊളി സ്ഥലം നമുക്ക് കണ്ടുപിടിച്ച് തന്ന ഷാജേട്ടനാണ്. റീസണബിളായിട്ട് സേഫായിട്ട് പറ്റിയ ഒരു സ്റ്റേ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് ഷാജേട്ടനാണ്. ഷാജേട്ടനും ഫാമിലിയും പോണ്ടിച്ചേരിയിൽ സെറ്റിൽഡാണ്. ഹായ് വന്യ ഹായ് പറഞ്ഞു Wow!